എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇവർ വിവാഹിതരായ സീരിയലിലെ എപ്പിസോഡാണ് കേട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ഭവാനി ഭൂമിജയെ വീഴ്ത്താൻ വേണ്ടി ഒരു ചതിക്കുഴി തന്നെ ഒരുക്കുന്നുണ്ട്. പക്ഷെ ആ ചതിക്കുഴിയിലേക്ക് നമ്മുടെ ഭവാനി തന്നെ വീഴ്ന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡാണ് ഇന്ന് പോകാൻ പോകുന്നത്. അങ്ങനെ ഭൂമിജ സുമിത്രയും അഭിരാമിയും കണ്ടുപിടിക്കുവാൻ വേണ്ടി പോസ്റ്ററൊക്കെ ഒട്ടിക്കുന്നുണ്ട്. വഴിയിൽ ഒട്ടിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സത്യദാസ് എത്തുന്നുണ്ട്. സത്യദാസുമായിട്ട് സംസാരിച്ചോണ്ട് നിൽക്കുന്ന ആ സമയത്ത് ഒരു കാറ് വന്ന് സത്യദാസിനെ ഇടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഭൂമിജ സത്യദാസിനെ പിടിച്ചു മാറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സത്യദാസിനെ വാഹനം ഇടിച്ച് തെറിപ്പിക്കുമായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഭൂമിജ സത്യദാസിനെ രക്ഷിക്കുവാണ്. എന്ന് തന്നെ ഭൂമിജയും സത്യദാസും പേടിക്കുന്നുണ്ട്. അതിനുശേഷം സത്യദാസ് ചോദിക്കുവാണ്, ഭൂമി പേടിച്ചു പോയോ? പേടിച്ചു. എന്തെങ്കിലും സംഭവിച്ചാലോ? മോളെ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സങ്കടപ്പെടാൻ ആരുമില്ല. കേട്ടപ്പോ ഭൂമിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അതേസമയം തന്നെ ഭൂമിക്കും സത്യദാസിനും പരസ്പരം അറിയില്ലെങ്കിൽ പോലും അവര് തമ്മിൽ എന്തോ ഒരു ബന്ധമുള്ളതുപോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ആ കാര്യം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. എന്തോ ഒരു ബന്ധം നമ്മൾ തമ്മിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. സമയം തന്നെ നമ്മുടെ ഭൂമിജ സത്യദാസിനോട് പറയുവാണ്, ഇടയ്ക്കൊക്കെ സാറിന്റെ കടയിലേക്ക് വരണമെന്ന് പറയുന്നുണ്ട്. ഈ സമയം തന്നെ സത്യദാസ് പറയുവാണ്, എന്നാ പിന്നെ ഞാൻ അവിടെ തന്നെ താമസാക്കിയേക്കാം എന്ന് പറയുന്നുണ്ട്. ഈ സമയം തന്നെ നമ്മുടെ അച്യുതൻ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. വേറൊന്നുമല്ല, ഭൂമി സത്യദാസിന്റെ മകളെയും ഭാര്യയും കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. എന്തെങ്കിലും സത്യദാസ് നമ്മുടെ ഭൂമിജയാണ് മകളെന്ന കാര്യം അച്യുതന് ബോധ്യമായി. ഈ സമയം തന്നെ നമ്മുടെ ഭൂമിജ പറയുന്നുമുണ്ട്, സത്യദാസ് സാറിനെ കാണുമ്പോൾ എന്തോ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന്. ഇതെന്താന്ന് അറിയില്ല, പക്ഷെ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഭൂമിജ. അപ്പൊ ആലോചിച്ച് നമ്മുടെ അച്യുതന് ആകെ ടെൻഷനായി വരുന്നുണ്ട്. എന്റെ മകള് അടുത്തെത്തി കഴിഞ്ഞു, ഇതാണ് എന്റെ അച്ഛനെന്ന് ഭൂമിജ എന്തായാലും ഇതാണോ എന്റെ അച്ഛനെന്ന് മനസ്സിലാക്കുമോ എന്നും നമ്മുടെ അച്യുതന് പേടി. അതുപോലെ തന്നെ സത്യദാസ് നമ്മുടെ ഭൂമിജയാണ് മകളെന്ന് അറിഞ്ഞിട്ട് ഭൂമിയെ വിളിച്ചോണ്ട് പോകാൻ വരുമോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. സമയം തന്നെ ഇതൊക്കെ ആലോചിച്ചിട്ട് അച്യുതന് ഇല്ലാതാകുന്നുണ്ട്. ഈ സമയം തന്നെ നമ്മുടെ അംബികയോടും അച്യുതൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഈ സമയം തന്നെ നമ്മുടെ സൗഭാഗ്യപുരതശിയും സംഗീതയുമായിട്ട് ഒരു പാല് കാച്ചിന് പോകുന്നുണ്ട്. അതേസമയം തന്നെ ഭവാനിയോട് അവർ ചോദിക്കുവാണ്, നീ വരുന്നുണ്ടോന്ന്. ഭവാനി ആ സമയം തന്നെ പറയുന്നുണ്ട്, ഞാനില്ല. ഈ സമയം തന്നെ ഭവാനി ആണെങ്കിൽ നല്ല രീതിയിൽ സംസാരിച്ച് ചിരിച്ചുകൊണ്ടൊക്കെയാണ് ഇവരോട് സംസാരിക്കുന്നത്. കാണുമ്പോഴത്തേക്ക് സംഗീതയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഭവാനി ഇങ്ങനെ ചിരിച്ചു കാണുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണല്ലോ മുത്തശ്ശിയോട് പറയുന്നുണ്ട്. അതേസമയം തന്നെ ഭൂമിജയെ വിളിച്ചിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഒന്ന് വരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയം തന്നെ ഭവാനിയോട് പറയുമാണ്, ഭൂമിജ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ പറയണം, ഞങ്ങൾ ഉടൻ തന്നെ എത്തുമെന്ന് പറഞ്ഞേക്കണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവര് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഭവാനി ആലോചിക്കണം, അതെയോ, അപ്പോ ഭൂമിജ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ? തിന്റെ മോളി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നോ? അവൾ ഇന്ന് തന്നെ തീരെ. അങ്ങനെ ഭവാനി മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. ആരുമില്ല, ഭവാനി മാത്രം തനിച്ചിരിക്കുന്ന സമയത്ത് മിജ അവിടേക്ക് എത്തുന്നുണ്ട്. മിജ വരുന്ന സമയത്ത് ഭവാനിയും നല്ല സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. മോളെ, നീ വന്നോ? മുത്തശ്ശി നിന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു കേട്ടോ. മുത്തശ്ശിയൊക്കെ ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തും, ഇതുവരെ മോൾ ഇവിടെ ഇരിക്കുക കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം തന്നെ ഭവാനി പറയുവാണ് ഭൂമിജയോട്, കിച്ചണൊക്കെ ആകെ വൃത്തികേടായിട്ട് കിടക്കുന്നു. ഇന്ന് സെർവന്റ് വന്നിട്ടുമില്ല, ഒരു ചായ ഇടാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരുമോ? സമയം തന്നെ നമ്മുടെ ഭൂമിജ പറയുവാണ്, അതിനെന്താ, ഞാൻ ചെയ്തു തരാമല്ലോ. ഇനി ഭൂമിജ ഒരു മടിയും കൂടാതെ തന്നെ ആ കിച്ചണെല്ലാം ക്ലീൻ ചെയ്യാൻ പോകുന്നുണ്ട്. ഈ സമയം തന്നെ കിച്ചണിലേക്ക് പോയി കഴിയുമ്പോൾ എല്ലാം അലങ്കോലമായിട്ട് കിടക്കുവാണ്. എന്നിട്ട് പറയുവാണ്, ഇതെല്ലാം ഞാൻ കഴുകി തരാന്ന് പറയുന്നുണ്ട്. സമയം നമ്മുടെ ഭവാനി ഈ കിച്ചണിൽ ഒരു പണി വെച്ചിരിക്കുവാണ്. വാട്ടർ പ്യൂരിഫൈയില് ഇലക്ട്രിക് വയറൊക്കെ ഘടിപ്പിച്ചിരിക്കുവാണേ. ഇലക്ട്രിക് ഷോക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണേ. സിങ്കിലെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഭൂമിജ ഷോക്ക് അടിക്കും. ഭൂമിജയ്ക്ക് ഷോക്ക് അടിക്കും. ശേഷം തന്നെ പറയുവാണ് ഭവാനി, അത് ഇവിടേക്ക് ഒന്ന് അടിച്ചു വാര്. എന്നിട്ട് ഭവാനി മനസ്സിൽ ആലോചിക്കണം, ഇവിടെ രാജകുമാരിയെ പോലെ വാഴേണ്ടവളാ ഇപ്പോ അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്യുന്നത്. അതാണടി ഭവാനി എന്ന് ഭവാനി ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്. ഭവാനി കാത്തിരിക്കുന്നുണ്ട്, നമ്മുടെ ഭൂമിജയ്ക്ക് ഷോക്ക് ഏൽക്കുന്നതും കാത്തിരിക്കുവാണ്. ഭവാനി നോക്കുമ്പോ കുറെ സമയമായിട്ടും സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. പറ്റി കറണ്ട് പോയോ? എന്തു പറ്റിയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോകുന്നുണ്ട്. പോയി നോക്കുമ്പോ അവിടെ ഭൂമിജയില്ല. അവൾ ഇത് എവിടെ പോയി എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ജനലിലൂടെ നോക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ ഒരു ഭൂമിജയ്ക്ക് ഒരു കോള് വന്നിട്ടുണ്ട്. ആ കോള് വിളിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി.
ഭവാനി കാണുന്നുണ്ട്. അങ്ങനെ ഭൂമിജയെ നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഭവാനിയുടെ കയ്യിലേക്ക് തെറിക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ ഭവാനി ഷോക്കേറ്റ് നിൽക്കുമ്പോ ഭൂമിജയ്ക്ക് വന്നിട്ട് ഒരു മോപ്പ് വെച്ച് ഭവാനിയെ രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര വിഷമമാണ് ഭവാനിക്ക്. പ്ലാൻ എല്ലാം പൊളിഞ്ഞല്ലോ എന്ന വിഷമത്തോടുകൂടി നിൽക്കുവാണ്. എന്നാലും ഇത് എനിക്ക് തന്നെ വന്നു ചേർന്നല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അവൾ അടിച്ചാടി എന്നൊക്കെ ആലോചിച്ച് നിൽക്കുവാണ് അവിടെ. ഇനി അവിടെ ഇരിക്കുവാണേ. ശേഷം ഭൂമി പോയതിനു ശേഷം മുത്തശ്ശിയും സംഗീതയും തിരിച്ചെത്തുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി ചോദിക്കുവാണ്, ഭൂമി ഇവിടെ എത്തിയായിരുന്നോ? കുറച്ചു നേരം വെയിറ്റ് ചെയ്തു എന്നത് കണ്ടപ്പോ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ സമയം മുത്തശ്ശി പറയുവാണ്, ഇത് വേറൊന്നും കൊണ്ടല്ല, പാല് കാച്ചലിന് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒന്ന് പോകണമെന്ന് തോന്നി. ഇതിന്റെ എസ്റ്റേറ്റ് എല്ലാം അവിടെയാണല്ലോ, ഇതൊക്കെ ഒന്ന് നോക്കാൻ പോണമെന്ന് തോന്നി. ഇതൊക്കെ പോയി ഞാൻ നോക്കി. ഇവിടെ തന്നെ നമ്മുടെ സുമിത്രയെയും അഭിരാമിയെയും കാണാതായ ആ സ്ഥലത്തും ഒന്ന് പോയി. ഇവിടെ ആ കാർ ഡ്രൈവർ ഉണ്ടല്ലോ, ആ കാരണവരോട് ചോദിച്ചപ്പോൾ വ്യക്തമായിട്ട് കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്നാ പറയുന്നേ. അയാൾ ഒരുപാട് വയസ്സായി എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ഈ സമയം തന്നെ ഭവാനി പേടിച്ചിട്ട് ചോദിക്കുകയാണ്, ആ കാരണവർ എന്താ പറഞ്ഞത്? അയാൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? പേടിച്ച് ചോദിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളായിട്ട് ഭവാനി. ഈ സമയം മുത്തശ്ശി പറയാണ്, ഒന്നും പറഞ്ഞില്ല. ഇത് കേട്ടതും ചെറുതായിട്ട് പേടി തോന്നുന്നുണ്ട്. ശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അച്യുതനെയും അംബികയുമാണ് കാണിക്കുന്നത്. അച്യുതൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അംബികയോട്. എന്ത് പറഞ്ഞാലും ഭൂമി മോള് ഭൂമി ഇല്ലാണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചപ്പോ അംബിക ചോദിക്കാണ്, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എവിടെ പോവാനാ? കല്യാണം കഴിച്ച് പോകുന്നത് കൊണ്ടാണോ? അതോ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോവോ? എന്താ അച്യുതൻ പറയുന്നേ? ഇതൊക്കെ ചോദിക്കുന്ന സമയത്ത് അച്യുതൻ പറയുവാണ്, അവളുടെ യഥാർത്ഥ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ സമയം തന്നെ ചോദിക്കുവാണ്, യഥാർത്ഥ അച്ഛനോ? ഇത്രയും വർഷമായിട്ട് വരാത്ത ആള് ഇനി വന്ന് കൂട്ടിക്കൊണ്ടു പോകുമെന്നോ? അതും അയാൾക്ക് എങ്ങനെ തിരിച്ചറിയാനാ? വന്ന് നോക്കാത്ത ആള് ഇനി വന്നോ? എന്താ, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്ന് അംബിക പറയുവാണ്. പേടിച്ച് പരിഭ്രമിച്ച് നമ്മുടെ അംബികയും പറയുന്നുണ്ട്. അതേസമയം തന്നെ അച്യുതൻ പറയുവാണ്, അല്ല അംബികെ, നമ്മുടെ ഭൂമിജ മോളുടെ യഥാർത്ഥ അച്ഛൻ അവളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അത് മാത്രമേ എനിക്കിപ്പോ പറയാൻ സാധിക്കുള്ളൂ. ഈ അച്ഛനും മകളും തിരിച്ചറിയേണ്ട താമസമേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ നമ്മുടെ മോള് നമ്മളെ വിട്ടു പോകും ഒക്കെ അച്യുതൻ പറയുന്ന സമയത്ത് അംബികയ്ക്ക് വല്ലാണ്ട് തലകറക്കവും ക്ഷീണവും എല്ലാം വരുന്നുണ്ട്. അംബികയ്ക്ക് അത് ഒരു ഷോക്ക് ആകുന്നുണ്ട്. അതേസമയം തന്നെ അംബിക പറയുവാണ്, മോള് വരുമ്പോ ഒന്നും അറിയരുത്. സമയം തന്നെ അച്യുതൻ പറയുവാണ്, ഇല്ല, ആരൊക്കെ വന്നാലും എന്റെ മോളെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. എന്റെ മോളെ കൊണ്ടുപോകാൻ വന്നതിനു മുമ്പ് എന്റെ മോളെയും കൂട്ടി ഞാൻ ഈ നാട് വിടും എന്നൊക്കെ അച്യുതൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. സമയം തന്നെ നമ്മുടെ ഭൂമിജയാണ് കാണിക്കുന്നത്. ഭൂമിജയാണെങ്കിൽ അച്ഛന്റെ സർജറിക്ക് വേണ്ട പണം കണ്ടെത്തണമല്ലോ. അതൊക്കെ കരുതി ഭൂമിജ എക്സ്ട്രാ ടൈമും നമ്മുടെ കോഫി ഷോപ്പിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിന് ആവശ്യമുള്ളത് കൊണ്ട് അവൾ അധ്വാനിച്ചു ഇരിക്കുവാണ്. കോഫി ഷോപ്പിലെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് രാത്രി തനിച്ച് വീട്ടിലേക്ക് വരാൻ നിൽക്കുമ്പോൾ നമ്മുടെ അജയ് കൊണ്ടുവിടാമെന്ന് പറയുന്നുണ്ട്. പിന്നെ അജയും നമ്മുടെ ഭൂമിജയും ഒന്നിച്ച് ബൈക്കിൽ പോകുന്നത് നമ്മുടെ അഞ്ജന കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഞ്ജന അത് കണ്ടിട്ടൊന്നും തളരാൻ പോകുന്നില്ല. അതേസമയം തന്നെ അജയോട് പോയി വെല്ലുവിളിക്കുന്നുമുണ്ട്, നീ എന്റേതാണ്, നീ എന്നെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നൊക്കെ നമ്മുടെ അഞ്ജന വെല്ലുവിളിച്ചതാണ് അജയെ. അതേസമയം തന്നെ അജയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഭൂമിജയെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്നൊക്കെ നമ്മുടെ അജയും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അഞ്ജനയുടെ പ്ലാൻ ഒന്നും നടക്കാൻ പോകുന്നില്ല. അജയാണെങ്കിൽ നമ്മുടെ ഭൂമിജയെ മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ, എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുമുണ്ട്. ഇനി വരുന്ന എപ്പിസോഡിലെ കാണാൻ പറ്റത്തുള്ളൂ. അതേസമയം തന്നെ നമ്മുടെ അച്യുതൻ ഭൂമിജയോട് ചോദിക്കുകയാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ നാട് വിട്ടു പോകണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് പോകണം മോളെ എന്ന് പറയുന്നുണ്ട്. എന്നാലും നമുക്കിനി ജീവിക്കാൻ കഴിയുള്ളൂ മോളെ എന്ന് പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ ഭൂമിജ ചോദിക്കുവാണ്, എന്താ അച്ഛൻ പെട്ടെന്ന് നാട് വിട്ടു പോകാനോ? എന്താ അച്ഛൻ പറയുന്നത്? പെട്ടെന്ന് നാട് വിട്ടു പോകാനൊന്നും പറ്റത്തില്ല. സമയം അച്യുതൻ ദേഷ്യത്തോടുകൂടി പറയുവാണ്, പോണമെന്ന് വെച്ചാൽ പോകണം. സമയം തന്നെ ഭൂമിജ ആലോചിക്കുവാണ്, അച്ഛൻ എന്തോ പറ്റിയിട്ടുണ്ട്, അച്ഛൻ എന്തോ ഒരു പേടിയുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അസുഖത്തിനെ പറ്റി എന്തെങ്കിലും അച്ഛൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മുടെ ഭൂമിജ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഭൂമിജയ്ക്ക് അച്യുതന്റെ കൂടെയല്ലേ നിൽക്കാൻ കഴിയുള്ളൂ. ഈ സമയം തന്നെ നമ്മുടെ ഭൂമിജ തന്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുന്നുണ്ട്. പിന്നെ അതേസമയം തന്നെ നമ്മുടെ ഈ അച്യുതനാണെങ്കിൽ അസുഖം വന്നിട്ടല്ല മരിക്കാൻ പോകുന്നത്. നമ്മുടെ ഭവാനി വിട്ടയച്ച ഗുണ്ട നമ്മുടെ അച്യുതനെ കൊല്ലും. അതേപോലെ തന്നെ നമ്മുടെ അച്യുതന്റെ ഭാര്യയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അച്യുതനെ കൊന്ന കാരണത്താൽ. അതേപോലെ നമ്മുടെ ഭൂമിജയ്ക്ക് അറിയാം എന്തായാലും അമ്മ ഒരിക്കലും അച്ഛനെ കൊല്ലില്ല എന്ന്. അതുപോലെ തന്നെ നമ്മുടെ അംബികയെ ജയിലിൽ നിന്നും ഇറക്കാനുള്ള ശ്രമങ്ങളും ഇതിനോട് അനുബന്ധിച്ച് അതിനുശേഷം നമ്മുടെ അംബികയെ ജയിലിൽ നിന്ന്
ഇറക്കാൻ വേണ്ടിയും നമ്മുടെ ഭൂമിജ നടക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അജയും ഭൂമിജയും തമ്മിലുള്ള വിവാഹവും നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്. ഇതൊക്കെ നമുക്ക് ഇനി കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.